ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഹൈദരാബാദിലെ പാരഡൈസ് റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. വേൾഡിൽ തന്നെ ഏറ്റവും നല്ല ബിരിയാണി കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈദരാബാദ് പാരഡൈസ് ബിരിയാണിയാണ് കേട്ടോ. അവിടേക്കാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. ഒരുപാട് സെലിബ്രിറ്റികളൊക്കെ വന്ന് കഴിച്ചിട്ടുള്ള ഹോട്ടലാണ് ഈ പാരഡൈസ് എന്ന് പറയുന്നത്. ഹൈദരാബാദിൽ നിന്ന് എടുത്താൽ തന്നെ നമ്മുടെ പാരഡൈസ് റെസ്റ്റോറൻറ്റിൽ ഒരു തനി പേര് തന്നെയുണ്ട് കേട്ടോ. എവിടെ പോയാലും ഹൈദരാബാദ് എത്തിക്കഴിഞ്ഞാൽ ബെസ്റ്റ് ബിരിയാണി കിട്ടുന്ന സ്പോട്ട് എവിടെ ചോദിച്ചാൽ ഹോട്ടൽ പാരഡൈസ് ആണ് കേട്ടോ. നമ്മൾ ഹൈദരാബാദ് വന്നിട്ട് ഈ ബിരിയാണി കഴിക്കാതെ പോയാൽ ഭയങ്കര മോശമല്ലേ. അപ്പം ഞാനും ഏട്ടനും വേണ്ടിയിട്ട് അത് ബിരിയാണി കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 ബിരിയാണി പറഞ്ഞു, 2 ലസ്സി പറഞ്ഞു, പിന്നെ ചിക്കൻ ടിക്ക കബാബ് എന്നുള്ളൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. അതുകൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ സ്പെഷ്യലാണ് അതെന്ന് പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ ഇവിടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണിയാണ്, അതേപോലെ മട്ടനും ചിക്കനും ആണ് കേട്ടോ ഇവിടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ തന്നെ ഏകദേശം ഒരുപാട് ക്രൗഡൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കറക്റ്റ് ഒരു ഉച്ചയാകുമ്പോൾ തന്നെ ഒരു 1:30 ആകാറാകുമ്പോൾ തന്നെ വന്നു കേട്ടോ. അപ്പോൾ പർച്ചേസിങ്ങിന് പോയി കഴിഞ്ഞാൽ ടൈം ആവില്ലെന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവരുടെ ഒരു എന്താ പറയുക രീതി എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് മെനു ഒക്കെ നമുക്ക് തന്നതിന് ശേഷം ഓർഡറൊക്കെ നമ്മൾ പറയുമ്പോൾ ഭയങ്കര ഒരു കെയറിങ് ആയിട്ടാണ് കേട്ടോ അവിടുത്തെ വെയിറ്റർമാർ സപ്ലൈ ചെയ്യുന്നവരൊക്കെ നന്നായിട്ടാണ് കേട്ടോ പെരുമാറുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താ പറയുക ലസ്സി വന്നിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ബിരിയാണിക്ക് ഒരു 10 മിനിറ്റ് വൈകുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ലസ്സി പറഞ്ഞു. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ലസ്സി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഒരു സ്വീറ്റ് ആൻഡ് സാൾട്ടി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ലസ്സിയാണ് കഴിച്ചു നോക്കിയത് കേട്ടോ. പേട്ടനും ഇഷ്ടമായി ലസ്സി. അതായത് ഹൈദരാബാദ് പോയി കഴിഞ്ഞാലും എവിടെ പോയാലും ലസ്സി കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിനും കൂടി നല്ലതാണ് കേട്ടോ. രണ്ടാമത് വന്നത് ചിക്കൻ ടിക്ക കബാബാണ് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ വായിലിട്ട് അങ്ങനെ സോഫ്റ്റ് മെൽട്ടായി പോകുന്ന രീതിയിലായിരുന്നു കേട്ടോ ചിക്കൻ ഉണ്ടായിരുന്നത്. അതും അവരുടെ ഒരു ഗ്രീൻ കളർ ചട്നി പിന്നെ ഓണിയനൊക്കെ വെച്ച് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ പറയുക, നമ്മളിവിടെ വന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ ചിക്കൻ ടിക്ക കബാബ് എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് അവർ സെർവ് ചെയ്യുകയാണ് കേട്ടോ ഉണ്ടായത്. ഞങ്ങൾ കബാബ് കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് അതായത് നമുക്ക് വേണ്ട ക്വാണ്ടിറ്റിക്ക് അവർ വിളമ്പി തരികയാണ് കേട്ടോ. അതൊക്കെ നല്ല വിനയത്തോട് കൂടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ സാധാരണ ഹോട്ടലിൽ പോകുന്ന ആ ഒരു രീതിയല്ല, അവർ നമ്മുടെ അടുത്ത് പെരുമാറുന്ന രീതി തന്നെ ഒരു സ്പെഷ്യലായിരുന്നു കേട്ടോ. നാട്ടിലൊക്കെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്ന പല ഹോട്ടലുകളിലും പോയിട്ടുണ്ട് കേട്ടോ. ചില ഹോട്ടലുകളിലൊക്കെ എന്താ പറയുക, അവർക്ക് വല്ല ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വയ്ക്കുമ്പോൾ ഗ്ലാസും പ്ലേറ്റൊക്കെ ഇങ്ങനെ എന്നൊക്കെ കൊണ്ടുവന്ന് വയ്ക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അതൊരു ഇറിറ്റേഷൻ ആവും. നമ്മൾ കഴിക്കാൻ പോകുന്ന ഫുഡിനോട് നമുക്കൊരു താല്പര്യം, അതായത് നമ്മളെന്തോ വെറുതെ പോയി ഫുഡ് കഴിക്കുന്ന പോലെ ഭക്ഷണത്തിന് കാശ് കൊടുത്തിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. പക്ഷെ അതിനൊരു റെസ്പെക്റ്റ് ഇല്ലാണ്ടൊക്കെ ഒരുപാട് വെയിറ്റേഴ്സിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ സെർവ് ചെയ്യുമ്പോൾ. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. നല്ലൊരു സെർവിങ് ആയിരുന്നു നമുക്ക് കിട്ടിയത് കേട്ടോ. നല്ലൊരു ഗുഡ് ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ ആ ഹോട്ടലിൽ പോയപ്പോൾ. ഞാൻ ആ ചട്നിയും ആ ഓനിയനും ബിരിയാണിയൊക്കെ കഴിച്ച് നോക്കിയപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് അത് കഴിച്ച് നോക്കിയാൽ തന്നെ അറിയുള്ളൂ, അത്രയും ടേസ്റ്റാണ്. വേൾഡ് ബെസ്റ്റ് ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈദരാബാദ് ബിരിയാണിയാണ്. അതേപോലെ തന്നെ മന്തി ഉണ്ടോ, ഞാൻ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈദരാബാദിലെ മന്തിയാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ കഴിച്ച് കഴിഞ്ഞെന്ന് പറഞ്ഞ് വീണ്ടും ഒരു സെർവിങ്ങിന് വരും. അങ്ങനെ നമുക്ക് അവർ തന്നെയാണ് കേട്ടോ വിളമ്പി തരുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്. ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ബൗളിൽ നല്ല ചൂട് വെള്ളത്തിൽ ഒരു ലെമൺ കഷ്ണം ഇട്ടിട്ട് വരും കേട്ടോ. എന്നിട്ട് അത് നമുക്ക് കൈ കഴുകാൻ വേണ്ടിയിട്ടാണ്, ഹാൻഡ് വാഷിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ലെമണൊക്കെ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഞെരടി കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മുടെ ലെമൺ എന്താ പറയുക, അതിൻ്റെ നീരൊക്കെ നമ്മുടെ കയ്യിലുള്ള എല്ലാ മെഴുക്കുകളും കളയും കേട്ടോ. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ട്രൈ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി ഉണ്ടായിരുന്നു കേട്ടോ ടി വിയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ചെയ്തപ്പോൾ. അപ്പോൾ ആ വെള്ളം എടുക്കുന്നതിന് ശേഷം ഞാൻ ഏട്ടൻ്റെ അടുത്ത് ഒരു കപ്പ് കൂടി കിട്ടി ചോദിച്ചപ്പോൾ അവർ കൊണ്ടുവരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇത് നമ്മൾക്ക് കൈ കഴുകി ശീലമല്ലേ, ഇങ്ങനെയൊക്കെ കഴുകിയിട്ട് ശീലമല്ലോ. അപ്പോൾ പിന്നെ വീണ്ടും ഒരു ബൗൾ കൊണ്ടുവന്നു. അതിന് ശേഷം ഞാനത് കഴുകുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇവിടെ എല്ലാവരും പൊതുവേ ചെയ്യുന്ന ഒരു രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ കൈ കഴുകിയതിന് ശേഷം ഇങ്ങനെ തുടയ്ക്കും കേട്ടോ. ലിപ്പൊക്കെ ഇങ്ങനെ തുടച്ചതിന് ശേഷം എനിക്ക് ചിരി വരികയായിരുന്നു കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ. അതിനുശേഷം നമ്മൾ സാധാരണ എന്താ പറയുക ടിഷ്യൂ വെച്ചിട്ട് കൈയൊക്കെ നന്നായി തുടയ്ക്കുക കേട്ടോ. അപ്പോൾ ഈ സ്മെല്ലൊന്നും ഈ ബിരിയാണിയുടെ ഒരു സ്മെല്ലും തന്നെ നമ്മുടെ കയ്യിലുണ്ടാവില്ല കേട്ടോ. ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. ഇങ്ങനെ എല്ലാ റെസ്റ്റോറൻറ്റുകളിലും ഇങ്ങനെയൊക്കെ തരികയാണ് പറഞ്ഞാൽ സംഭവം അടിപൊളിയാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് എപ്പോഴും നമ്മൾ വായ ഇങ്ങനെ കുപ്പിളിച്ചാണ്ടും പതിവ്. പക്ഷേ ഇവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ വായിൽ ഒരു മുടക്ക് വെള്ളം എടുക്കുക, എന്നിട്ട് ഇങ്ങനെ കുടിക്കുക. ഇതാണ് കേട്ടോ എല്ലാവരും മോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിന് ശേഷം ബില്ല് വന്നു. അങ്ങനെ ഏട്ടൻ ബില്ലൊക്കെ പേ ചെയ്തു. അതിനുശേഷം ഇത് ഇവിടെ ഒരു ചെറിയൊരു പാക്കറ്റിൽ നമുക്ക് എന്താ പറയുക ജീരകമിഠായി പോലത്തൊരു സംഭവം വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അടിപൊളിയായിരുന്നു. അതിനുശേഷം നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഹോട്ടൽ പാരഡൈസിൽ, അതായത് ഹൈദരാബാദ് പോകുന്ന
ആരായാലും എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാരഡൈസ് ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഹൈദരാബാദ് ആരെങ്കിലും പോകുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. മറക്കില്ലേ. ബൈ.